ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു DMAX. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ പാർട്ട് 6 ആണ്. ഇന്ന് നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. So our next question is, let L be the set of all lines in a plane. Check whether the relation on L defined by R equal to set of all ordered pairs L1, L2 such that L1 is perpendicular to L2 is reflexive, symmetric or transitive. So relation നോക്കാം L1, L2 such that L1 is perpendicular to L2. അതായത് ഇവിടെ ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്, എൽ എന്ന് പറയുന്ന സെറ്റ്. ഈ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എൽ എന്ന് പറയുന്ന സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പ്ലെയിനിൽ വരയ്ക്കുന്ന കുറേ ലൈൻസിനെയാണ്. സോ അതിനകത്തുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. L1, L2, L3, L4. ദെൻ ഈ തന്നിരിക്കുന്ന റിലേഷനിലെ പെയർ നോക്കുക. ഈ തന്നിരിക്കുന്ന റിലേഷനിൽ എങ്ങനെയുള്ള പെയേഴ്സാണ് വരുന്നത്? പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പെയേഴ്സ്. ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പെയേഴ്സ് മാത്രമാണ് ഈ റിലേഷനിൽ വരുന്നത്. സോ ആദ്യം നമുക്ക് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ റിഫ്ലെക്സീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എന്താ? സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ആ റിലേഷനെ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കും. സോ ആ സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ആണ് L1. L1നോട് തന്നെ റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ നെക്സ്റ്റ് ലൈനാണ് L2. L2നോട് തന്നെ റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതുപോലെ L3ക്ക് തന്നെ റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അങ്ങനെയുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റിഫ്ലെക്സീവ് എന്ന് വിളിക്കാം. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് L1, എന്ന് പറയുന്ന പെയർ ആ റിലേഷനിൽ വരുമോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എക്സാമ്പിളായിട്ട് ഞാനൊരു ലൈൻ എടുത്തതാണ് L1. സോ L1, എന്ന് പറയുന്ന ലൈൻ ആ റിലേഷനിൽ വരുമോ എന്നാണ് നോക്കേണ്ടത്. റിലേഷനിൽ എങ്ങനെയുള്ള പെയേഴ്സേ വരുള്ളൂ? പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പെയേഴ്സേ വരുള്ളൂ. ഇപ്പം ഇവിടെ നോക്കുക, ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണന്റ് L1 ആണ്, സെക്കൻഡ് കമ്പോണന്റ് L1 ആണ്. ഒരു ലൈന് അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആവാൻ പറ്റുമോ? ഒരു ലൈൻ ഒരിക്കലും അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആവാൻ പറ്റില്ല. അപ്പോൾ L1 എന്ന് പറയുന്ന ലൈൻ ഒരിക്കലും L1നോട് പെർപെൻഡിക്കുലർ ആവില്ല. സോ L1, എന്ന് പറയുന്ന പെയർ ഇവിടെ വരില്ല, റിലേഷനിൽ വരില്ല. റിലേഷനിൽ വരുന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ലൈൻസ് ആയിരിക്കണം. അപ്പോൾ ഈ L1 ഒരിക്കലും L1നോട് പെർപെൻഡിക്കുലർ ആയിരിക്കില്ല, അതുകൊണ്ട് ഇത് റിലേഷനിൽ വരില്ല. സോ വി ക്യാൻ റൈറ്റ് എ ലൈൻ cannot be perpendicular to itself. ഒരു ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആവാൻ പറ്റില്ല. സോ L1, does not belongs to R. Therefore the relation is not reflexive. അതുകൊണ്ട് റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. നെക്സ്റ്റ് വി ഹാവ് ടു ചെക്ക് ദ കണ്ടീഷൻ ഫോർ സിമെട്രിക്. സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെയർ എടുക്കുവാണ്. ലെറ്റ് ഇറ്റ് ബി L1, L2. സോ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, L1, L2 belongs to R. പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പെയറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് L1, L2. ദെൻ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് എഴുതാം. സോ L1, L2 belongs to R എന്ന് വെച്ചാൽ മീനിങ് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 എന്നാണ്. L1 എന്ന് പറയുന്ന ലൈൻ L2വിന് പെർപെൻഡിക്കുലർ ആണ്. ഇത് L1 എന്ന് പറയുന്ന ലൈൻ ആണെങ്കിൽ L2 എന്ന് പറയുന്ന ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? L1ന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഇതാണ് L2 എന്ന് പറയുന്ന ലൈൻ. സോ ഇത് സിമെട്രിക് ആണെങ്കിൽ നമുക്കറിയാം ഏത് പെയർ റിലേഷനിൽ ഉണ്ടായിരിക്കണം? L2, L1 എന്ന് പറയുന്ന പെയർ റിലേഷനിൽ ഉണ്ടായിരിക്കണം. അതായത് L2, L1 എന്ന് പറയുന്ന പെയറിൽ റിലേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റിലേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ നോക്കി, L1 L2വിന് പെർപെൻഡിക്കുലർ ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തിരിച്ച് L2 L1നും പെർപെൻഡിക്കുലർ തന്നെയല്ലേ? അതെ. സോ വി ക്യാൻ റൈറ്റ് L2 is perpendicular to L1. So we can write L2 is perpendicular to L1. L2 perpendicular to L1 ആണെങ്കിൽ L2, L1 എന്ന് പറയുന്ന പെയർ എവിടെ ഉണ്ടായിരിക്കും? റിലേഷനിൽ ഉണ്ടായിരിക്കും. So we can write L2, L1 belongs to R. അപ്പോൾ L1, L2 Rൽ ഉണ്ടെങ്കിൽ ഏത് പെയറും ഉണ്ടായിരിക്കും? L2, L1 എന്ന് പറയുന്ന പെയറും ഉണ്ടായിരിക്കും. So our relation is symmetric. Next we have to check whether the relation is transitive or not. സോ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് പെയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. L1, L2 belongs to R ആൻഡ് L2, L3 belongs to R. നമ്മൾ അറിയാം, നമുക്ക് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ പെയർ എടുക്കുമ്പോൾ ആദ്യത്തേൻ്റെ സെക്കൻഡ് കമ്പോണൻറ്റ് രണ്ടാമത്തേൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് സെയിം ആയിരിക്കണം. L1, L2 belongs to R എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം L1 is perpendicular to L2. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. L1 is perpendicular to L2. Then L2, L3 belongs to R എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് L2 is perpendicular to L3 എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലൈൻസ് വരയ്ക്കാൻ പറ്റുന്നത് നോക്കാം.
ഇത് L1, ഇത് L2 ആണല്ലോ. കാരണം പറഞ്ഞിട്ടുണ്ട് L1ഉം L2ഉം പെർപെൻഡിക്കുലർ ആണ്. L1 ഇസ് കണ്ടീഷൻ എന്താണ്? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3. L2ന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് വരയ്ക്കണം? L3. ഇതാണ് എൻ്റെ L2. അപ്പോൾ L2ന് പെർപെൻഡിക്കുലർ ആയിട്ട് L3 വരയ്ക്കുമ്പോൾ എവിടെ വരയ്ക്കാൻ പറ്റുള്ളൂ? ഇതാണ് L3. ഇങ്ങനെയാണ് L3 വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ നോക്കാം. അപ്പോൾ L1, ഇത് L2, ഇത് L3. ഇനി നിങ്ങൾ നോക്കാം L1ഉം L3യും തമ്മിൽ പെർപെൻഡിക്കുലർ ആണോ അല്ലയോ എന്ന്. കാണുമ്പോഴേ അറിയാം നമുക്ക് L1ഉം L3 എങ്ങനെയാണ്? പാരലൽ ആണ്. പെർപെൻഡിക്കുലർ ആണോ? പെർപെൻഡിക്കുലർ അല്ല, പാരലൽ ആണ്. L1ഉം L3യും പാരലൽ ആണ്. സോ യു റൈറ്റ്. സോ L1 ഈസ് പാരലൽ ടു L3. L1 L3ക്ക് പാരലൽ ആണ്. പാരലൽ ആണെന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സോ വി ക്യാൻ റൈറ്റ് L1 ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു L3. L1 L3നോട് പെർപെൻഡിക്കുലർ അല്ല. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പെയേഴ്സ് മാത്രമേ എവിടെ വരുള്ളൂ? റിലേഷനിൽ വരുള്ളൂ. അപ്പോൾ L1, L3 എന്ന് പറയുന്ന പെയർ റിലേഷനിൽ വരുമോ? ഇല്ല. L1ഉം L3യും പെർപെൻഡിക്കുലർ അല്ല, അതുകൊണ്ട് ഈ പെയർ റിലേഷനിൽ വരില്ല. സോ വി ക്യാൻ റൈറ്റ് 1, L3 ഡസ് നോട്ട് ബിലോങ്സ് ടു R. സോ ദ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. L1, L3 എന്ന് പറയുന്ന പെയർ റിലേഷനിൽ ഇല്ല, അതുകൊണ്ട് നമുക്കിതിനെ ട്രാൻസിറ്റീവ് എന്ന് വിളിക്കാൻ പറ്റില്ല. L1ഉം L2ഉം പെർപെൻഡിക്കുലർ ആണ്. L2ഉം L3യും പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ L1ഉം L3യും പെർപെൻഡിക്കുലർ അല്ല, അതുകൊണ്ട് റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻസ് പഠിച്ചു. ഇനി ഈക്വാലൻസ് റിലേഷൻ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ. റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും സിമെട്രിക്കും ഈ 3 കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്ത റിലേഷൻസിനെയാണ് ഈക്വാലൻസ് റിലേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾക്കൊരു റിലേഷൻ തന്നിട്ട് അത് ഈക്വലൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഫങ്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ഫങ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടാവും അല്ലേ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻ R എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ആ റിലേഷനെ എപ്പോഴാണ് നമ്മൾ ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്? ഇതിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ടായിരിക്കണം, ബട്ട് ഓൺലി 1 ഇമേജ് പാടുള്ളൂ. ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെ നമ്മൾ ഫങ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് a relation is said to be a function if every element in A have one and only one image in B. ആ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് F എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. സോ നോക്കാം. F is a function from A to B. F എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ then the set A is called domain of F. എ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്നും ബി എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്നുമാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ആരോ ഡയഗ്രം വരച്ചിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരോ ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് 1, 2, 3യും ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് 4, 5, 6, 7ഉം ആണ്. സോ നോക്കാം. 1നെ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 4ലേക്കും, 2നെ കണക്ട് ചെയ്തേക്കുന്നത് 5ലേക്കും, 3നെ കണക്ട് ചെയ്യുന്നത് 6ലേക്കുമാണ്. ദെൻ ഈ ഫംഗ്ഷൻ്റെ സപ്പോസ് ഈ ഫംഗ്ഷനെ സ്മോൾ ലെറ്റർ എഫ് വെച്ചാണ് ഡിനോട്ട് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 ആണ്. ഇതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ ഏതാണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഇതാണ് 4, സെറ്റ് 4, 5, 6, 7. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ. ഇനി നോക്കുക, ഈ ഫംഗ്ഷനിൽ കണക്ഷൻ വന്നിരിക്കുന്നത് 4ലേക്കും 5ലേക്കും 6ലേക്കും മാത്രമാണ്. ആ എലമെൻസിൻ്റെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അപ്പോൾ റേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? സെറ്റ് 4, 5, 6. ഇതാണ് ഫംഗ്ഷൻ്റെ റേഞ്ച്. ഇത് റേഞ്ച്, ഇത് കോഡൊമൈൻ, ഇത് ഡൊമൈൻ. അപ്പോൾ 1ന് കണക്ഷൻ വന്നിരിക്കുന്നത് 4ലേക്കാണല്ലേ. അപ്പോൾ നമ്മൾ പറയും 1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 4 ആണ്. ഇമേജ് ഓഫ് 1 അണ്ടർ F is 4. നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, F of 1 is equal to 4. ഇതിൻ്റെ മീനിങ് ഇമേജ് ഓഫ് 1 അണ്ടർ ദി ഫംഗ്ഷൻ F is 4. അതുപോലെ F of 2, ഇമേജ് ഓഫ് 2 അണ്ടർ ദി ഫംഗ്ഷൻ F is 5. ആൻഡ് ഇമേജ് ഓഫ് 3 അണ്ടർ ദി ഫംഗ്ഷൻ F is 6. അപ്പോൾ 1നും 2നും 3ക്കും ഇമേജ് ഉണ്ട്. 4, 5, 6 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3. ഫസ്റ്റ് പറയുന്ന സെറ്റാണ് ഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 4, 5, 6, 7. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സെറ്റാണ് കോഡൊമൈൻ. ഇനി റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഏതിലേക്കൊക്കെ കണക്ഷൻ വന്നിട്ടുണ്ടെന്ന് നോക്കുക. ആ കണക്ഷൻ വന്നിരിക്കുന്ന എലമെൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഞാനൊരു 4 ഫംഗ്ഷൻ്റെ ആരോ ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ ഒരു 4 ഫംഗ്ഷൻ്റെ ആരോ ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. F1, F2, F3, F4 ഇതാണ് 4 ഫംഗ്ഷൻ. ഫസ്റ്റ് ഫിഗർ നോക്കുക, ഫസ്റ്റ് ആരോ ഡയഗ്രാം നോക്കുക. F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആരോ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ x1 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് x2 എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള ഫംഗ്ഷനാണ് F1. x1ലെ എലമെൻറ്റ്സ് 1 2 3 4, x2ലെ എലമെൻറ്റ്സ് A B C D E F. ദെൻ അപ്പോൾ F1ൻ്റെ ഡൊമൈൻ ചോദിച്ചാൽ ആൻസർ എന്താ പറയേണ്ടത്? സെറ്റ് 1 2 3 4. കോഡൊമൈൻ ചോദിച്ചാൽ എന്താ പറയേണ്ട ആൻസർ? സെറ്റ് A B C D E F. ഇനി നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ 1ൻ്റെ ഇമേജ് ഫസ്റ്റ് ആരോ ഡയഗ്രത്തിലെ 1ൻ്റെ ഇമേജ് A, 2ൻ്റെ ഇമേജ് B, 3യുടെ ഇമേജ് D, 4ൻ്റെ ഇമേജ് C. x1ലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇമേജ് ഉണ്ട്. എല്ലാം ഡിഫറെൻറ്റ് ഇമേജസ് ആണ് അല്ലേ? 1ൻ്റെ ഇമേജ് വേറെ, 2ൻ്റെ വേറെ, 3യുടെ വേറെ, 4ന് വേറെ. x1 എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാത്തിനും x2ലേക്ക് കണക്ഷൻ ഉണ്ട്. ബട്ട് എല്ലാത്തിൻ്റെയും കണക്ഷൻ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിലേക്കാണ്. അതുപോലെയാണോ F2 വരച്ചിരിക്കുന്നത് നോക്കിയേ. F2 അതുപോലെ തന്നെ x1ൽ നിന്ന് x2ലേക്കുള്ള ഫംഗ്ഷൻ തന്നെയാണ്. എല്ലാത്തിനും 1 2 3 4 x1ലുള്ള എല്ലാ എലമെൻറ്റ്സിനും അപ്പുറത്ത് കണക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 1ൻ്റെയും 2ൻ്റെയും കണക്ഷൻ ഏതിലേക്കാണ് പോയിരിക്കുന്നത്? ബിയിലേക്കാണ് പോയിരിക്കുന്നത്. അതിനർത്ഥം F2 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 1ൻ്റെ ഇമേജും 2ൻ്റെ ഇമേജും എന്താ? ബി ആണ്. അപ്പോൾ 1നും 2നും സെയിം ഇമേജ് ആണ്. F3യിൽ നോക്കി, അതുപോലെ തന്നെയാണ് F3യിലും 1നും 2നും സെയിം സ്ഥലത്തേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇമേജ് F3യിലും സെയിം ആണ്. അത് എയിലേക്കാണ് പോയിരിക്കുന്നത്. F4യിലോ 1ന് B, 2ന് C, 3ക്ക് A, 4ന് D. 1നും 2നും 3ക്കും 4നും ഡിഫറെൻറ്റ് എലമെൻറ്റ്സിലേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത്. സോ ഇങ്ങനെ x1ലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഡിഫറെൻറ്റ് ഇമേജസ് ആണ് x2ൽ വന്നിരിക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ 1 1 ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഫംഗ്ഷൻ F1, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ x1 ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ x2. x1ലുള്ള ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് x2ൽ ഡിഫറെൻറ്റ് ഇമേജസ് ആണുള്ളത്. സോ നമുക്കപ്പോൾ എന്തെന്ന് വിളിക്കാം? 1 1 ഫംഗ്ഷൻ എന്ന് വിളിക്കാം. 1 1 ഫംഗ്ഷൻ. അടുത്തത് നോക്കിയേ, F2 1 1 ഫംഗ്ഷൻ ആണോ? ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ x1 ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ് ആണോ? അല്ല. 1 and 2 ഹാവ് ദ സെയിം ഇമേജ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് അല്ല. അതുകൊണ്ട് F2നെ 1 1 എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, 1 1 എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മെനി വൺ. ദെൻ F3 നോക്കിയേ നിങ്ങൾ, F3 1 1 ആണോ? F3യിൽ 1 and 2 ഹാവ് ദ സെയിം ഇമേജ് A. So F3 is not 1 1. It is many one. ഇത് many one. Then next നോക്കിയേ, F4ൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ x1 ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ x2. x1ലുള്ള എല്ലാത്തിനും ഡിഫറെൻറ്റ് കണക്ഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് F4നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? 1 1 എന്ന് വിളിക്കാം. 1 1 ഫംഗ്ഷൻ ആണ്. അപ്പോൾ 1 1ഉം മെനി വണ്ണും മനസ്സിലായല്ലോ. സോ 1 1 എന്താ ഡെഫിനിഷൻ? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ ബി. അങ്ങനെ വന്നാൽ ആ ഫംഗ്ഷനെ നമ്മൾ 1 1 ഫംഗ്ഷൻ എന്ന് വിളിക്കും. അങ്ങനെ അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ മെനി വൺ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇനി നിങ്ങളൊന്നും കൂടെ നോക്കാം കേട്ടോ. ഈ സെയിം ആരോ ഡയഗ്രാം തന്നെ നമ്മൾ നോക്കുവാണ്. ഈ സെയിം ആരോ ഡയഗ്രത്തിൽ ഫസ്റ്റ് ആരോ ഡയഗ്രാം നോക്കാം. F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആരോ ഡയഗ്രാം. ആ ആരോ ഡയഗ്രത്തിൻ്റെ x2ലേക്ക് നോക്കാം. x2ൽ A B C D E F ഇങ്ങനെ 6 എലമെൻറ്റ്സ് ആണുള്ളത്. പക്ഷേ ഈ 6 എലമെൻറ്റ്സിനും അപ്പുറത്തേക്ക് പ്രീ ഇമേജ് ഉണ്ടോ? പ്രീ ഇമേജ് അറിയാലോ, 1ൻ്റെ ഇമേജ് A. അപ്പോൾ നമ്മൾ പറയും എയുടെ പ്രീ ഇമേജ് ആണ് 1, ബിയുടെ പ്രീ ഇമേജ് ആണ് 2, സിയുടെ പ്രീ ഇമേജ് ആണ് 4, ഡിയുടെ പ്രീ ഇമേജ് ആണ് 3. എല്ലാ എലമെൻറ്റ്സിനും x2ലുള്ള എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കിയേ. എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജ് ഇല്ല. ഇക്കും എഫിനും പ്രീ ഇമേജ് ഇല്ല. F2ൽ നോക്ക്, F2ലും അതുപോലെ തന്നെയാണ്. എക്കും പ്രീ ഇമേജ് ഇല്ല, ഇക്ക് പ്രീ ഇമേജ് ഇല്ല, എഫിന് പ്രീ ഇമേജ് ഇല്ല. അതേസമയം F3ൽ നോക്കിയേ, F3ൽ എക്കും പ്രീ ഇമേജ് ഉണ്ട്, ബിക്കും പ്രീ ഇമേജ് ഉണ്ട്, സിക്കും പ്രീ ഇമേജ് ഉണ്ട്. എക്ക് 2 പ്രീ ഇമേജ് ഉണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ട്. ദെൻ F4ൽ നോക്കിയാൽ F4ൽ A B C D 4 എലമെൻറ്റാണ് ഉള്ളത്. ആ 4നും പ്രീ ഇമേജ് ഉണ്ട്. സോ x2ലുള്ള എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ
ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x1 നിന്ന് x2ലേക്കാണ്. x2ലുള്ള എല്ലാ എലമെന്റ്സിനും പ്രീമേജ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഓൺ ടു ഫംഗ്ഷൻ? ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ ഓൺ ടു ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് ഓൺ ടു. അവിടെയും എക്ക് പ്രീമേജ് ഇല്ല, ഇക്ക് പ്രീമേജ് ഇല്ല, എഫിന് പ്രീമേജ് ഇല്ല. അപ്പം അതും ഓൺ ടു അല്ല, നോട്ട് ഓൺ ടു. ദെൻ അടുത്തത് നോക്ക്, F3 എക്കും ബിക്കും സിക്കും പ്രീമേജ് ഉണ്ട്. സോ ഇത് ഓൺ ടു ആണ്. ദിസ് ഫംഗ്ഷൻ ദറ്റ് ഇസ് F3 ഈസ് ഓൺ ടു. ദെൻ F4 നോക്ക്. F4 അതിലും എല്ലാത്തിനും കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അതും ഓൺ ടു. സോ F3യും F4ും നമ്മുടെ ഓൺ ടു ആണ്. F1ഉം F2ഉം ഓൺ ടു അല്ല. സോ 1 കണ്ടീഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ ബി. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ 1 ഫംഗ്ഷൻ എന്ന് വിളിക്കും. ദെൻ ഓൺ ടുവിൻ്റെ കണ്ടീഷൻ എന്താ? ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സിനും പ്രീമേജ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇനി നമുക്ക് ഓൺ ടുവിൻ്റെ ഒരു കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്താ? ഈ മൊത്തം എലമെൻറ്റ്സ് ആണല്ലേ കോഡൊമൈൻ. ഇത് മൊത്തം അതിൻ്റെ കോഡൊമൈൻ ആണ്. അതേസമയം അതിൻ്റെ റേഞ്ചോ ABCD ഇത്രയാണ് അതിൻ്റെ റേഞ്ച് അല്ലേ. അപ്പോൾ അവിടെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണോ? കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ല. അത് ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്ന് നമുക്കറിയാം. അവിടെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ല. നെക്സ്റ്റ് നമുക്ക് F2 നോക്കാം. F2 എന്ന് പറയുന്ന ഫംഗ്ഷനിലെ കോഡൊമൈൻ എന്താ? ഇത് മൊത്തമാണല്ലേ കോഡൊമൈൻ. ഇത് മൊത്തം കോഡൊമൈൻ ആണ്. അവിടുത്തെ റേഞ്ച് എന്താ? റേഞ്ച് എന്ന് പറയുന്നത് BCD. ഇതാണ് റേഞ്ച്. കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണോ? അല്ല. നെക്സ്റ്റ് നമുക്ക് F3 നോക്കാം. F3 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്താ? ഇതാണ് കോഡൊമൈൻ അല്ലേ, സെറ്റ് ABC. എന്താ അതിൻ്റെ റേഞ്ച്? റേഞ്ചിൽ ഏതൊക്കെ എലമെൻറ്റ്സാണ് വരണത്? ABC. അപ്പോൾ നോക്കിയേ, കോഡൊമൈനിൽ വന്നിരിക്കുന്ന എല്ലാ എലമെൻറ്റ്സും എവിടെയുണ്ട്? റേഞ്ചിലും ഉണ്ട്. ഇത് എന്ത് ഫംഗ്ഷനാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ F3 നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ ആയപ്പോൾ അതിനെന്താ പ്രത്യേകത വന്നേ? അതിൻ്റെ കോഡൊമൈനും റേഞ്ചും സെയിം ആയി. അടുത്തതിൽ നോക്കിയേ നിങ്ങൾ, 4ലെ കോഡൊമൈൻ എന്താ? ഇത് മൊത്തമാണ് കോഡൊമൈൻ, അതായത് ABCD. ഇനി അതിൻ്റെ റേഞ്ചോ? എലമെൻറ്റ്സ് അതിൻ്റെ റേഞ്ചിൽ വരെ കണക്ഷൻ എയിലേക്കുണ്ട്, ബിയിലേക്കുണ്ട്, സിയിലേക്കുണ്ട്, ഡിയിലേക്കുണ്ട്. അപ്പോൾ ഈ 4 എലമെൻറ്റ്സും അതിൻ്റെ റേഞ്ചിൽ വരും. അപ്പോൾ അതും ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഓൺ ടു ഫംഗ്ഷൻ ആയപ്പോൾ അതിന് എന്ത് പ്രത്യേകത വന്നേ? അതിൻ്റെ റേഞ്ചും കോഡൊമൈനും എങ്ങനെയായി? ഈക്വലായി. അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ 1 ആണ്, സെക്കൻഡ് വൺ 1 അല്ല, തേർഡ് വൺ 1 അല്ല, ഫോർത്ത് വൺ 1 ആണ്. അതുപോലെ ഫസ്റ്റ് വൺ ഓൺ ടു അല്ല, സെക്കൻഡ് വൺ ഓൺ ടു അല്ല, തേർഡ് വൺ ഓൺ ടു ആണ്, ഫോർത്ത് വണ്ണും ഓൺ ടു ആണ്. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന ഏത് ഫംഗ്ഷനിലാണ്? F4ലാണ്. F4 1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് F4നെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കും. F4 is called bijective function. ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1 ഫംഗ്ഷനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അതുപോലെ ഓൺ ടു ഫംഗ്ഷനെ വിളിക്കുന്ന വേറൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. 1 ഓൺ ടുവും രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. സോ നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഇതാണ്. എ ഫംഗ്ഷൻ F A to B is said to be 1 ഫംഗ്ഷൻ. 1ന്റെ വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഓഫ് A have distinct images in B. എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ബിയിൽ ഡിഫറെൻറ്റ് ഇമേജസ് ആണ് ഉള്ളതെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അതുപോലെ ഫംഗ്ഷൻ F A to B is said to be ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടുവിൻ്റെ വേറൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. ഇഫ് എവറി എലമെൻറ്റ് ഇൻ B have പ്രീമേജസ് അണ്ടർ F. ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും പ്രീമേജ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻ. അല്ലെങ്കിൽ അതിന് വേറൊരു ഡെഫിനിഷൻ കൂടി നമുക്ക് പഠിക്കാം. എഫിൻ്റെ റേഞ്ചും എഫിൻ്റെ കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കാം. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ 1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനും രണ്ട് കണ്ടീഷനും 1 ഫംഗ്ഷൻ്റെ കണ്ടീഷനും ഓൺ ടു ഫംഗ്ഷൻ്റെ കണ്ടീഷനും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഞാനിപ്പോൾ ആരോ ഡയഗ്രം വെച്ചാണ് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആണെങ്കിൽ നമുക്കതിനെ ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒത്തിരി എലമെൻറ്റ്സ് അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് ജനറലായിട്ടാണ് ചെയ്യേണ്ടത്. സോ ചെയ്യണമെന്ന് വെച്ചാൽ റിയൽ നമ്പറിൻ്റെ സെറ്റിലുള്ള രണ്ട് എലമെൻറ്റ്സിന് സെയിം ഇമേജ് ആണെന്ന് അസ്യൂം ചെയ്യും.
എന്നിട്ട് അവസാനം ആ എലമെൻറ്റ്സ് രണ്ടും സെയിം ആണെന്നുള്ള കൺക്ലൂഷനിൽ എത്തിച്ചേരും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. f(x1) ഈക്വൽ ടു f(x2) എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അതായത് x1ൻ്റെ ഇമേജും x2ൻ്റെ ഇമേജും സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. ദെൻ അതിനൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ഫൈനലി x1ഉം x2ഉം ഈക്വൽ ആണെന്ന കൺക്ലൂഷനിൽ എത്തിച്ചേരാം. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. ഇവിടെ ഒരു സ്ത്രീ നിൽക്കുവാണ്. ഒരാൾ വന്നിട്ട് പറയുവാണ് ഇത് അനീഷിൻ്റെ ഭാര്യയാണ്. ഇവിടെ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇത് അനീഷിൻ്റെ ഭാര്യയാണ്. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുവാണ് അല്ല ഇത് അനിയുടെ ഭാര്യയാണ്. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനായി. ഒരാൾ പറയണു അനീഷിൻ്റെ ഭാര്യ, മറ്റേ ആൾ പറയണു അനിയുടെ ഭാര്യ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അതിനെക്കുറിച്ചൊന്നൊരു അന്വേഷണമൊക്കെ നടത്തി. അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവസാനം മനസ്സിലാവണേ ഈ അനീഷ് എന്ന് പറയുന്ന ആളും അനി എന്ന് പറയുന്ന ആളും ഒന്ന് തന്നെയാണ്. അനീഷിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അനി. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അനീഷിൻ്റെ വൈഫും അനിയുടെ വൈഫും ഒന്നാണെന്നാണ് നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടിയ അറിവ്. അത് നമ്മൾ അന്വേഷണം നടത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ അനീഷ് എന്ന് പറയുന്ന ആളും അനി എന്ന് പറയുന്ന ആളും ഒന്നാണെന്ന്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. x1ൻ്റെ ഇമേജും x2ൻ്റെ ഇമേജും സെയിം ആണെന്ന് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ അന്വേഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെന്ന് കിട്ടണം? x1ഉം x2ഉം സെയിം ആണെന്ന് കിട്ടണം. അതായത് സംഭവം ഇതാണ്, രണ്ടെണ്ണത്തിൻ്റെ ഇമേജ് സെയിം ആണെങ്കിൽ അത് 2 എലമെൻ്റ് അല്ല, എന്ത് തന്നെയാണ്? ഒരു എലമെൻ്റ് തന്നെയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. x1ൻ്റെ x2ൻ്റെ ഇമേജ് സെയിം ആണെങ്കിൽ x1ഉം x2ഉം ഡിഫറെൻറ്റ് പേഴ്സൺ അല്ല, അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? x1നും x2ൻ്റെയും ഇമേജ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യണം. എന്നിട്ട് അന്വേഷണങ്ങൾ നടത്തി അവസാനം x1ഉം x2ഉം ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ല, അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണെന്നുള്ള കൺക്ലൂഷനിൽ എത്തിച്ചേരണം. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഇതിനെ കണക്ട് ചെയ്ത പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.